ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉടുപ്പിയിലാണുള്ളത്. പിന്നെ ഇന്നത്തെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ മാൽപ്പേ ബീച്ച്, പിന്നെ അവിടെ സെൻറ് മേരീസ് ഐലൻഡ് പോകണമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 7.5 കിലോമീറ്റർ ദൂരമുണ്ട് മാൽപ്പേ ബീച്ചിലേക്ക്. മാൽപ്പേ ബീച്ചിലേക്കുള്ള ബസ് കയറാനായി ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. ഉടുപ്പി സിറ്റി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഞാൻ മാൽപ്പേ ബീച്ചിലേക്കുള്ള ബസ് കയറിയത്. 20 രൂപയാണ് ബസ് ടിക്കറ്റ് ചാർജ്. റെഗുലറായി ബസ് സർവീസ് ഉള്ള റൂട്ടാണിത്. ഇവിടെ ഇറങ്ങി മാൽപ്പേ ബീച്ച് സ്റ്റോപ്പിൽ ഇറങ്ങി ബീച്ചിലേക്ക് നടക്കുകയാണ്. മാൽപ്പേ ബീച്ചിലേക്കുള്ള റോഡിന്റെ എൻട്രൻസ് ആണിത്. ബീച്ചിലേക്ക് പോകുന്ന വഴി ഡ്രസ്സുകൾ വിൽക്കുന്ന ഒട്ടേറെ ഷോപ്പുകളുണ്ട്. ബസ് സ്റ്റോപ്പിൽ നിന്നും 1/2 കിലോമീറ്റർ ദൂരമുണ്ട് ബീച്ചിലേക്ക്. ബീച്ചിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന മഹാത്മാഗാന്ധിജിയുടെ ഒരു സ്റ്റാച്യു ആണ്. നല്ല വൃത്തിയുള്ളൊരു ബീച്ചാണിത്. എല്ലാ തരത്തിലുള്ള വാട്ടർ ആക്ടിവിറ്റീസുകളും ഇവിടെയുണ്ട്. വാട്ടർ ബലൂൺ, റിംഗോ റൈഡ്, ജെറ്റ് ബൈക്ക്, സ്പീഡ് ബോട്ടിംഗ്, സീ സർഫിംഗ്, പാരാസെയിലിംഗ്, കയാക്കിംഗ് തുടങ്ങിയവയെല്ലാം ഇവിടെയുണ്ട്. കർണാടകയിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമാണ് മാൽപ്പേ ബീച്ച്. റബ്ബർ എയർ ബോട്ടിൽ ആളുകളെ കയറ്റി കടലിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതാണ് ഈ കാണുന്നത്. ജെറ്റ് സ്കി ബൈക്കിൽ ടൂറിസ്റ്റുകൾ കയറി പോകുന്നതും നമുക്ക് കാണാം. തിരമാലകൾക്ക് മുകളിലൂടെ ചാടി മറിഞ്ഞ് കളിക്കുന്ന 2 കുട്ടികളെയും നമുക്കിവിടെ കാണാം. ടൂറിസ്റ്റുകളെയും കൊണ്ട് വാട്ടർ ബലൂൺ ഒരു ട്രിപ്പ് കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. കടലിലൂടെ പോകുമ്പോൾ വാട്ടർ ബലൂൺ വട്ടം കറങ്ങുന്നതിനാൽ അതിൽ ബാലൻസ് ചെയ്തു നിൽക്കുക പ്രയാസകരമാണ്. ഈ 2 കുട്ടികൾ അവർക്ക് കിട്ടിയ അവസരം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. സെൻറ് മേരീസ് ഐലൻഡിലേക്ക് സർവീസ് നടത്തുന്ന പ്രൈവറ്റ് കമ്പനിയുടെ ബോട്ടുകളാണിത്. മാൽപ്പേ ബീച്ചിലെ വാട്ടർ ആക്ടിവിറ്റീസ് ഏരിയയിൽ നിന്ന് തന്നെയാണ് ഈ സർവീസ് ആരംഭിക്കുന്നത്. അവരുടെ ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത്. മാൽപ്പേ ബീച്ചിനടുത്തുള്ള പാരഡൈസ് ബീച്ച് റിസോർട്ടാണിത്. ഞാൻ ഈ മാൽപ്പേ ബീച്ചിൽ 2ാമത്തെ തവണയാണ് വരുന്നത്. ഒരു തവണ ഒരു ഫാമിലി ട്രിപ്പ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സീ വാക്ക് ഏരിയയിൽ നിന്നും ആരംഭിക്കുന്ന ബോട്ട് സർവീസിൽ കയറാനാണ് ഞാൻ പോകുന്നത്. പുലിമൂട്ടിലൂടെ നടന്നു പോകുവാൻ കഴിയുന്ന ഭാഗത്തിനെയാണ് സീ വാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉടുപ്പി കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ബിൽഡിംഗ് ആണ് ദൂരെ കാണുന്നത്. ഷിപ്പ് യാർഡിൻ്റെ മെയിൻ ഗേറ്റാണിത്. സെൻറ് മേരീസ് ഐലൻഡ് ബോട്ടിംഗ് എന്നുള്ളൊരു ബോർഡ് ഇവിടെയുണ്ട്. വളരെ വലിയൊരു പാർക്കിംഗ് ഏരിയയാണ് ഇവിടെയുള്ളത്.
ബോട്ടിംഗ് ഏരിയയിലേക്ക് പോകുന്ന വഴിയിൽ ചെറിയൊരു പാർക്കുണ്ട്. പുരുഷോത്തം അഡ്വ എന്ന കലാകാരൻ നിർമ്മിച്ച തോണി തള്ളുന്ന ഒരു ശില്പം ഇവിടെയുണ്ട്. നല്ല ഒറിജിനാലിറ്റി ഉള്ള ഒരു ശില്പമാണിത്. സീ വാക്ക് ഏരിയയാണ് ദൂരെ കാണുന്നത്. മാൽപെ ബീച്ചിലെ സീ ആക്ടിവിറ്റീസ് നടക്കുന്ന ഭാഗവും ദൂരെ കാണാം. ഇവിടെ നിന്ന് നോക്കിയാൽ സെന്റ് മേരീസ് ഐലൻഡും കാണാൻ കഴിയും. ഒരു വാച്ച് ടവറിന്റെ മോഡലാണിത്. യക്ഷഗാനത്തിലെ ഗരുഡന്റെ ശില്പമാണിത്. 15 അടി ഉയരമുണ്ട് ഇതിന്. ശംഖും വഹിച്ചു കൊണ്ടുപോകുന്ന ആമയുടെയും മുൻകാലിൽ ഊന്നി നിൽക്കുന്ന പൂച്ചയുടെയും വ്യത്യസ്തമായ ശില്പങ്ങൾ ഇവിടെയുണ്ട്. പാർക്കിലെ ഗാർഡനിൽ പല സ്ഥലങ്ങളിലും ചെടികൾ നശിച്ച് കാട് കയറിയിരിക്കുകയാണ്. സെന്റ് മേരീസ് ഐലൻഡിലേക്കുള്ള ബോട്ട് സർവീസ് ആരംഭിക്കുന്നതിനടുത്തായി ഒട്ടേറെ കടകളുണ്ട്. 10 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് 350 രൂപയും 10 വയസ്സിന് താഴെയുള്ളവർക്ക് 150 രൂപയുമാണ് സെന്റ് മേരീസ് ഐലൻഡിലേക്കുള്ള ബോട്ട് സർവീസിൻ്റെ ടിക്കറ്റ് ചാർജ്. ഹാർബറിൽ നിർത്തിയിട്ടിരിക്കുന്ന 2 ബോട്ടിനുള്ളിലൂടെ കയറി 3ാമത്തെ ബോട്ടിലേക്കാണ് യാത്രക്കാരെ കയറ്റുന്നത്. ബോട്ടിനുള്ളിൽ എത്തിയ ടൂറിസ്റ്റുകളെല്ലാം ലൈഫ് ജാക്കറ്റ് ധരിക്കുകയാണ്. എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ച് സെന്റ് മേരീസ് ഐലൻഡിലേക്കുള്ള യാത്രയ്ക്ക് റെഡിയായി ഇരിക്കുകയാണ്. ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതിൽ കുറേ മലയാളീസ് ഉണ്ട്. മുമ്പിലിരിക്കുന്നവരൊക്കെ മലപ്പുറം, പാലക്കാട് നിന്നൊക്കെയാണ്. എൻ്റെ അടുത്തുള്ളത് വളാഞ്ചേരി. ഇവരെ കൂടാതെ ഒട്ടേറെ മലയാളികൾ ഈ ബോട്ടിലുണ്ട്. ബോട്ട് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. രണ്ട് പുലിമൂട്ടിനിടയിലുള്ള ഭാഗത്തിലൂടെ ബോട്ട് കടലിലേക്ക് പ്രവേശിക്കുകയാണ്. മത്സ്യബന്ധനത്തിനായി പോകുന്ന ബോട്ടാണ് ഈ പോകുന്നത്. ഞങ്ങളുടെ ബോട്ട് കടലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മിനിമം 30 ടൂറിസ്റ്റുകൾ ഉണ്ടെങ്കിലേ ബോട്ട് സർവീസ് നടത്തുകയുള്ളൂ. പ്ലാസ്റ്റിക് ബാഗുകൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, ആൽക്കഹോൾ എന്നിവയൊന്നും സെന്റ് മേരീസ് ഐലൻഡിലേക്ക് കൊണ്ടുപോകുവാൻ പാടുള്ളതല്ല. അങ്ങ് ദൂരെ കാണുന്നതാണ് സെന്റ് മേരീസ് ഐലൻഡ്. രാവിലെ 10:30 മുതൽ വൈകുന്നേരം 3:30 വരെയാണ് ബോട്ട് സർവീസ് ഉള്ളത്. വലിയ ബോട്ടുകൾക്ക് സെന്റ് മേരീസ് ഐലൻഡിനടുത്തേക്ക് പോകുവാൻ കഴിയാത്തതിനാൽ സെന്റ് മേരീസ് ഐലൻഡ് എത്തുന്നതിന് മുൻപായി ടൂറിസ്റ്റുകളെല്ലാം ചെറിയൊരു ബോട്ടിലേക്ക് മാറിക്കയറുകയാണ് ഇപ്പോൾ.
എല്ലാവരും കയറിയതിനു ശേഷം ചെറിയ ബോട്ടിൽ സെന്റ് മേരീസ് ഐലൻഡിലേക്ക് യാത്ര തുടരുകയാണ്. അങ്ങ് ദൂരെ കാണുന്നതാണ് മാൽപേ ബീച്ച്. നാല് ചെറിയ ദ്വീപുകൾ ചേർന്നതാണ് സെന്റ് മേരീസ് ഐലൻഡ്. ബോട്ടിന്റെ നങ്കൂരമാണ് ഇപ്പോൾ കടലിലേക്ക് ഇടുന്നത്. നങ്കൂരവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള കയറാണിത്. ബോട്ട് ഇപ്പോൾ സെന്റ് മേരീസ് ഐലൻഡിന്റെ തീരത്ത് എത്തിയിരിക്കുകയാണ്. കാൽമുട്ട് വരെ എത്തുന്ന വെള്ളത്തിലേക്കാണ് എല്ലാവരും ഇറങ്ങുന്നത്. സെന്റ് മേരീസ് ഐലൻഡിലേക്കുള്ള എൻട്രൻസ് ആണിത്. ഞങ്ങൾക്ക് മുന്നേ വന്ന ബോട്ടുകളിൽ എത്തിയ ടൂറിസ്റ്റുകൾ ഇവിടെ ധാരാളമുണ്ട്. ഒരു മണിക്കൂറാണ് ഇവിടെ ചെലവഴിക്കാൻ അനുവദിച്ചിട്ടുള്ള സമയം. സെന്റ് മേരീസ് ഐലൻഡിൽ ഞങ്ങൾ ഇറങ്ങിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ടാപ്പിൽ നിന്നും വെള്ളം വീഴുന്ന രീതിയിലുള്ളൊരു സ്റ്റാച്യു ഉണ്ട്. ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾക്ക് നിരോധനമുണ്ടെങ്കിലും ടാപ്പിൽ നിന്നും വീഴുന്ന ജലധാരയായി കാണിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിച്ചാണ്. ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ വാസ്കോ ഡ ഗാമ കോഴിക്കോട് എത്തുന്നതിന് മുൻപായി സെന്റ് മേരീസ് ദ്വീപിൽ ഇറങ്ങിയിരുന്നു. ഈ ഭാഗത്ത് കടലിൽ ഇറങ്ങാതിരിക്കാൻ തീരത്ത് വേലി കെട്ടിയിട്ടുണ്ട്. ധാരാളം തെങ്ങുകൾ ഇവിടെയുള്ളതിനാൽ ഈ ഐലൻഡിനെ കോക്കനട്ട് ഐലൻഡ് എന്ന് വിളിക്കുന്നു. കോക്കനട്ട് ഐലൻഡ്, നോർത്ത് ഐലൻഡ്, ദര്യ ബഹദൂർഗർ ഐലൻഡ്, സൗത്ത് ഐലൻഡ് എന്നിവയാണ് ഇവിടെയുള്ള 4 ഐലൻഡുകൾ. ഐലൻഡിൽ ടൂറിസ്റ്റുകൾ പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഈ ബോർഡിൽ. കുട്ടികൾക്കായി ഇവിടെ ചെറിയൊരു പാർക്ക് ഒരുക്കിയിട്ടുണ്ട്. കടലിൽ നീന്തരുത് എന്ന വാർണിംഗ് ബോർഡ് ഇവിടെ കാണാം. ബസാൾട്ടിക് ശിലാരൂപമുള്ള ഇന്ത്യയിലെ ഏക ദ്വീപാണിത്. ശരാശരി 500 മീറ്റർ നീളവും 100 മീറ്റർ വീതിയുമാണ് ഈ ദ്വീപിന്. ഇവിടുത്തെ മണലിൽ നിറയെ കക്കയുടെ തോടുകളാണ്. ഈ ദ്വീപിനെ ഇന്ത്യയിലെ 26 ജിയോളജിക്കൽ മോണ്യുമെന്റുകളിൽ ഒന്നായും കർണാടകയിലെ 4 ജിയോളജിക്കൽ മോണ്യുമെന്റുകളിൽ ഒന്നായും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 2001 പ്രഖ്യാപിച്ചു.
നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവിടുത്തേത്. മഡഗാസ്കർ ഇന്ത്യയുമായി ചേർന്ന് നിന്നിരുന്നതിൻ്റെ ഫലമായി ആ കാലഘട്ടത്തിൽ ഭൂവൽക്കത്തിനിടയിലുള്ള മാഗ്മ ഉപരിതലത്തിലെ അന്തരീക്ഷവുമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് സെൻറ് മേരീസ് ദ്വീപുകളിലെ ബസാൾട്ട് രൂപം കൊണ്ടത്. 88 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് മഡഗാസ്കർ ഇന്ത്യൻ ഭൂപ്രദേശത്തിൽ നിന്ന് വേർപെട്ടു പോയത്. ഇതാണ് ഇവിടുത്തെ പാറയുടെ പ്രത്യേകത. സബ് വോൾക്കാനിക് റോക്കാണിത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 2 കിലോമീറ്ററോളം താഴെ നിന്നും ഉത്ഭവിക്കുന്ന ഒരു അഗ്നിശിലയാണിത്. ഇതുപോലെ തൂണുകൾ പോലെ തോന്നിപ്പിക്കുന്ന പാറകളാണ് ഇവിടെയുള്ളത്. അഞ്ച് മുതൽ 7 സൈഡ് പില്ലറുകളോട് കൂടിയാണ് ഈ ലാവ റോക്സ് രൂപപ്പെട്ടിട്ടുള്ളത്. ഇതിനെ ലാമിനർ ലാവ എന്നാണ് അറിയപ്പെടുന്നത്. 6 മീറ്റർ വരെ ഉയരമുള്ളവയാണ് ഇത്. ഒട്ടേറെ ടൂറിസ്റ്റുകൾ ഇവിടെ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നടന്ന് ബോട്ട് ഇറങ്ങിയ ഭാഗത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് മുൻപ് എത്തിയവർ ബോട്ടിൽ കയറാൻ റെഡിയായി നിൽക്കുകയാണ്. കുറച്ചു ദൂരെയായി വലിയ ബോട്ട് നങ്കൂരമിട്ടിരിക്കുന്നത് കാണാം. വെൽക്കം ടു സെൻറ് മേരീസ് ഐലൻഡ് എന്നുള്ളൊരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഐലൻഡിനുള്ളിലുള്ള ചെറിയ കടയിൽ നിന്നും ചായയും സ്നാക്സും കഴിക്കാനായി ഞാൻ വീണ്ടും ഐലൻഡിനുള്ളിലേക്ക് തന്നെ കയറി. ഇതാണ് ഈ ഐലൻഡിലെ ജ്യൂസും ചായയും സ്നാക്സും വിൽക്കുന്ന കട. ഞാൻ ഇവിടെ നിന്നും ഒരു ചായയും ഓംലറ്റും കഴിച്ചു. സെൻറ് മേരീസ് ഐലൻഡിൻ്റെ ഹിസ്റ്ററിയാണ് ഈ ബോർഡിൽ. ഐലൻഡിൽ നിന്നും തിരികെ പോകുവാനായി ഞങ്ങൾ ചെറിയ ബോട്ടിൽ കയറി. ചെറിയ ബോട്ടിൽ നിന്നും ഞങ്ങൾ വലിയ ബോട്ടിലേക്ക് മാറി കയറുകയാണ് ഇപ്പോൾ. വലിയ ബോട്ട് മാൽപേ ബീച്ചിലേക്ക് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വന്ന ചെറിയ ബോട്ടാണ് ഈ കാണുന്നത്. നല്ല സ്പീഡിലാണ് ഇപ്പോൾ ബോട്ട് പോകുന്നത്. സെൻറ് മേരീസ് ഐലൻഡിൽ നിന്നും കുറേ ദൂരം പോന്നു കഴിഞ്ഞു. ആറ് കിലോമീറ്റർ ദൂരമുണ്ട് മാൽപേ ബീച്ചിൽ നിന്നും സെൻറ് മേരീസ് ഐലൻഡിലേക്ക്.
ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ബിൽഡിംഗ് ആണ് ദൂരെ കാണുന്നത്. ബോട്ട് തീരത്തോട് അടുക്കാറായി കഴിഞ്ഞു. ടൂറിസ്റ്റുകൾ ലൈഫ് ജാക്കറ്റെല്ലാം അഴിച്ച് ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. ഹാർബറിൽ നങ്കൂരമിട്ട മറ്റൊരു ബോട്ടിനോട് ചേർത്താണ് ഞങ്ങളുടെ ബോട്ട് നങ്കൂരമിടാൻ പോകുന്നത്. ഞങ്ങളുടെ ബോട്ടിനെ ആ ബോട്ടുമായി കയർ കൊണ്ട് കെട്ടി അടുപ്പിക്കുകയാണ്. ഹാർബറിനടുത്ത് തിരകളെ വകഞ്ഞു മാറ്റി കുതിക്കുന്നൊരു ബോട്ടിന്റെ ശില്പമുണ്ട്. ഞാൻ നാട്ടിലേക്ക് തിരികെ പോരുവാനായി ഉടുപ്പി ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയിലാണ്. ഉടുപ്പി ബസ് സ്റ്റാൻഡിന് പുറകിലായി പൂമാലകൾ വിൽക്കുന്ന ഒട്ടേറെ കടകൾ കാണാം. ഉടുപ്പിയിൽ നിന്നും മംഗലാപുരത്തേക്കുള്ള ബസ്സിലാണിപ്പോൾ. വൈകിട്ട് 5:30 മംഗലാപുരത്ത് നിന്നും എടുക്കുന്ന മാവേലി എക്സ്പ്രസ്സിലാണിപ്പോൾ. കലങ്ങി മറിഞ്ഞിരിക്കുന്ന നേത്രാവതി നദിക്ക് മുകളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം.